CPM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള 38,000-ഓളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും മിക്കവാറും പൂർത്തിയായി വരികയാണ്. എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയായിക്കൊണ്ട് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 10, 11, 12 തീയതികളിലായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ല എന്ന നിലയിൽ ആദ്യം തന്നെ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നത്. സംഘടനാപരവും രാഷ്ട്രീയവുമായ ഉന്നത ധാരണയോടുകൂടി നല്ല നിലയിൽ ആരോഗ്യകരമായാണ് കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായത്. അത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ആധികാരികമായി ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങളിലും നൽകാൻ പോകുന്ന വാർത്തകളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ 1ാമത്തെ ദിവസം സാധാരണ സമ്മേളനങ്ങളെപ്പറ്റി പരിചയമുള്ളവർക്കെല്ലാം അറിയാം. ഉദ്ഘാടന സമ്മേളനം, പ്രത്യേകിച്ച് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഖാവ് MA ബേബിയാണ്, പാർട്ടി PB മെമ്പർ. ആ സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും ഒക്കെയാണ് നടക്കുക. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വന്ന വാർത്ത ഞാൻ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നുവെന്നും ആ പ്രസംഗത്തിൻ്റെ ഭാഗമായ പ്രസംഗ നോട്ട് വ്യാജമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന നിലയാണ് നിരവധി മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായത്. ഞാൻ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇന്നലെയാണ്, 3ാമത്തെ ദിവസം. അപ്പോൾ ആ രീതിയിൽ തികച്ചും തെറ്റായ വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലും അങ്ങനെ വാർത്ത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് വിവരം ശരിയല്ല എന്നറിഞ്ഞാൽ അത് തിരുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കാണിക്കാറില്ല. അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് നമുക്കിത് നൽകുന്നത്. അപ്പോൾ ജില്ലാ നേതൃത്വത്തെ ശക്തിയായിട്ട് വിമർശിച്ചു MV ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയായിട്ടും അതുപോലെ തന്നെ പത്രത്തിലെല്ലാം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് തെറ്റായ ഒരു രീതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ സംസാരിക്കുകയേ ചെയ്യാത്ത സന്ദർഭത്തിൽ സംസാരിച്ചു എന്ന വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത സൃഷ്ടിക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൽ മറുപടി പറഞ്ഞ ഞാൻ ഇന്നലെയാണ് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കഞ്ചാവ് കച്ചവട കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ളൊരു വാർത്ത നൽകുകയുണ്ട്. തെറ്റായ പ്രവണതയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നത് പോലെയും മെറിറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ആ തലത്തിലാണ് കാര്യങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്തുൾപ്പെടെ തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് പാർട്ടി ശരിയായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പാർട്ടിയെ സഹായിക്കുന്നു വേണ്ട, പക്ഷേ സാമാന്യമായ മര്യാദ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പ്രകടിപ്പിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDF എന്തോ വമ്പിച്ച വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ടത് അത് കേരളത്തിലെ ഗവൺമെൻറ്റിന് വിരുദ്ധമായ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. UDFന് 16 സീറ്റും LDFന് 11 സീറ്റുമാണ് ലഭിച്ചത്, 3 BJPക്കും. ഇതാണ് സീറ്റിൻ്റെ സ്ഥിതി. അതിൽ തന്നെ 3 സീറ്റ് UDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ച് വന്നവർ മാറിയതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ 3 സീറ്റ് അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് അത് ആ വ്യത്യാസം കാണുന്നത്. അതവർ തിരിച്ച് അവർ തന്നെ സീറ്റ്, മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുതാണ് സീറ്റ്, ആ 3 സീറ്റ് അവർ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അതിനെയാണ് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ അതാണല്ലോ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ കുറേയും കൂടി വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള കാര്യം. അതിലൊക്കെ അവരവരുടെ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർഡുകളുടെ എണ്ണം പറയുമ്പോൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് LDFന് എന്തോ വലിയ പരാജയമോ അവർക്ക് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടായത്. ഞങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ചില പഞ്ചായത്തുകൾ അതിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ്. അതും ഈ പറഞ്ഞ പോലെ കിട്ടിയത് തന്നെയാണ്. ചിലത് 3 പഞ്ചായത്താണ് അങ്ങനെ വന്നിട്ടുള്ളത്. അത് ഇടുക്കിയിലും പാലക്കാടുമൊക്കെ അതാണ് സ്ഥിതി. പാലക്കാട് എന്ന് പറയുന്നത് ഒരു CPI സ്ഥാനാർത്ഥി മത്സരിച്ച, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPI മത്സരിച്ചതാണ്. അവിടെ CPIയുടെ ലോക്കൽ സെക്രട്ടറി BJP പോയതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വേരിയൻ്റാണ്. അതെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം ഗവൺമെൻറ് വിരുദ്ധ തരംഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ LDFൻ്റെ പരാജയവും UDFൻ്റെ വിജയവും എന്നൊക്കെ അവതരിപ്പിക്കുന്ന രീതി എത്രത്തോളം വസ്തുതാപരമല്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് SFI കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വമ്പിച്ച വിജയത്തോടുകൂടി SFIക്ക് നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സർവകലാശാലകളുടെ ഉന്നതമായ നിലവാരം അത് പരിശോധിച്ചാലും നല്ല മികച്ച വിജയം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിൻ്റെതായിട്ട് നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച ഗ്രേഡിങ്ങുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന രീതിയിൽ SFI അതിശക്തിയായിട്ട് എല്ലാ സർവകലാശാലയിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ വൈസ് ചാൻസലർമാർ അധികാരത്തിൽ വന്നതോടുകൂടി സർവകലാശാലയുടെ സ്വയംഭരണം അവസാനിപ്പിച്ച് എന്താണോ ഗവർണർ പറയുന്നത് എന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാവുന്നില്ല.
വൈസ് ചാൻസലർമാർ നോക്കുന്നത് ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാരാവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് SFIക്ക് വലിയ നേട്ടമുണ്ടായി, വിജയമുണ്ടായി. പക്ഷേ ആ യൂണിയൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് എത്തുന്നില്ല. കാരണം വൈസ് ചാൻസലർ കൂടി അംഗീകരിച്ചുകൊണ്ട് പോകണം അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകാൻ. അതിന് അനുവാദം നൽകാത്ത സ്ഥിതിയാണ് വെച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് നടക്കില്ല എന്നതാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിൻ്റെ വക്താളെല്ലാം തോറ്റു തുന്നം പാടിയാലും ഞങ്ങൾ SFI നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല. അത് വൈസ് ചാൻസലർ മുഖേന ഗവർണറുകൂടെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം വരിക. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരണം. സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ഭരണസ്ഥാപനങ്ങളെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഈ മേഖലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഭാഗം അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട വേറൊരു തലമാണ്. യൂണിയൻ പ്രവർത്തനത്തെ നടത്താൻ സമ്മതിക്കാത്ത ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ച് വൈസ് ചാൻസലർമാർ എടുക്കുന്ന സമീപനം, ഇതിനെതിരായും ശക്തിയായ സമരവും പ്രക്ഷോഭവും രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രം എത്രയോ ഊഷ്മളവും ആവേശകരവുമായ ഒരു ഭൂതകാല ചരിത്രം ഇന്ത്യക്കുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാവാനാവാതിരുന്ന RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കും നന്നാകുക. അവർ ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരായ നേതാക്കന്മാരെയെല്ലാം മുമ്പ് തന്നെ തമസ്കരിക്കാനോ അവഹേളിക്കാനോ തയ്യാറായി മുമ്പോട്ടേക്ക് വന്നിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയെ ഏറ്റവും പ്രമുഖനായ സ്വാതന്ത്ര്യ സമര പോരാളിയും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന രീതിയിലൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും മഹാനായ ദേശാഭിമാനി ഗോഡ്സെയാണെന്ന് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത ഭൂരിപക്ഷ വർഗീയത വേറൊരു ഭാഗത്തുണ്ട്. എന്നാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് നമുക്കെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഭഗത് സിംഗിനെയും മഹാത്മാഗാന്ധിയെയും എല്ലാം അപഹസിക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വർഗീയതയുടെ കടന്നാക്രമവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പള്ളികളെല്ലാം യഥാർത്ഥത്തിൽ രൂപം കൊണ്ടത് ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടാണെന്ന വാദമുന്നയിച്ച് വാരാണസിയിലും UPയിലും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പഞ്ചാബിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ രീതിയിലുള്ള വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം അതിപ്പോഴും സുപ്രീം കോടതിയുടെ ഒരു താൽക്കാലിക വിധിയോടുകൂടി തൽക്കാലത്തേക്ക് ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉന്നം വളരെ വ്യക്തമാണ്. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം എങ്ങനെയാണോ നിർമ്മിച്ച് മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിച്ചത്, അതിൻ്റെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് UPയിലും അതുപോലെ തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പള്ളികളെയെല്ലാം അതിൻ്റെ പൂർവ്വകാല പരിശോധന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കീഴേ തലത്തിലുള്ള കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുന്ന നില ഉണ്ടായത്. 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നോ നില, അത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന 1991 ക്ഷേത്രമായാലും അതുപോലെ തന്നെ പള്ളിയായാലും ആരാധനാലയങ്ങളായാലും എല്ലാം ആ നിജസ്ഥിതി തുടരണം എന്ന ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണം, അതിൻ്റെ മേലെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ താഴെ തലത്തിലുള്ള കോടതികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിധി ഇനി പറയാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്.
ഏതായാലും സുപ്രീം കോടതിയുടെ ആ വിധിയെ ജനാധിപത്യവും മതനിരപേക്ഷവും തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ആശ്വാസം നൽകുന്ന വിധിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ചരിത്രത്തെ അവർക്കനുകൂലമായി തിരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത്. ഞാൻ വിമർശനത്തെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നല്ല വിമർശനം വേണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. പിന്നെ പോരെ, ഇനി അല്ല അതിനെപ്പറ്റി പിന്നെ വേറെ വിശദീകരണം വേണ്ടല്ലോ. പാർട്ടി തീരുമാനിച്ചത് വിമർശനവും സ്വയം വിമർശനവും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. അതില്ലാതിരുന്നാൽ പിന്നെ സമ്മേളനമല്ല. അത് അവരോടൊന്ന് ചോദിച്ചാൽ മതി എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ തെറ്റായ വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തിരുത്താൻ നമ്മളെ പാർട്ടിക്കകത്തുള്ള തിരുത്തലിന് വേണ്ടിയിട്ടാണ്, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും തിരുത്തുക എന്നുള്ള പ്രക്രിയയിലാണ് പാർട്ടിയുള്ളത്. അത് പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. വലിയ തൃപ്തിയാണ്, നല്ല തൃപ്തിയാണ്. സമ്മേളനത്തിൻ്റെ അകത്ത് വരുന്ന വിമർശനമുണ്ട്, വിമർശനത്തിനുള്ള മറുപടിയുണ്ട്. അതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴല്ലേ അത് പൂർണ്ണമാകുക. അതല്ലേ അപ്പോഴല്ലേ അത് പൂർണ്ണമാകുന്നത്. പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല മതിപ്പോടുകൂടിയാണ് സഹാക്കൾ അവതരിപ്പിക്കുന്നത്. ഒരു മൂന്നാം പിണറായി ഗവൺമെൻറ് ഉയർന്നു വരാനുള്ള സാധ്യതയെ പറ്റിയാണ് ചർച്ച, അല്ലാണ്ട് നിഷേധാത്മകമായ നിലപാടിനെ പറ്റിയല്ല. ഇനിയിപ്പോൾ നിങ്ങളത് കൊടുക്കില്ലല്ലോ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾ കൊടുക്കില്ലല്ലോ. കൊടുക്കുമോ? ആ അതാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം ഇല്ലാത്ത വാർത്തയാണ്. ഇല്ലാത്ത വാർത്ത പറയുന്നതിന് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് ആ വാർത്തയെ പറ്റി എന്നോട് പ്രതികരണം ചോദിക്കുക. ആ നിലപാട് സ്വീകരിക്കേണ്ടില്ല. അത് തെറ്റായ പ്രവണതയാണ്. നടപടി അത് സംഘടനാ നടപടിയൊന്നുമല്ല. അതിലൊന്നും ഒരു നടപടിയുമില്ല. ഇല്ല, കോടതിയുടെ കയ്യിലല്ലേ ഉള്ളത്. നോക്കട്ടെ, കോടതിയുടെ മുമ്പിൽ അത് ഉണ്ടല്ലോ. അതിനിപ്പോൾ അപ്പോൾ ഞാനിനി അത് ശരിയല്ല എന്നും ശരിയെന്ന് പറയേണ്ട കാര്യം കോടതി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ എല്ലാ വിവാദവും ഒഴിവായിക്കൊണ്ടിരിക്കല്ലേ, അവസാനിച്ചില്ലേ. ഈ സമ്മേളനത്തോടുകൂടി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും ഒരു യോജിച്ച പാർട്ടിയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് കേരളത്തിലെ CPIM. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില തുരുത്തുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി അവസാനിപ്പിച്ച് നല്ല ആരോഗ്യമുള്ള പാർട്ടിയായി CPIM മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് കടക്കുന്നത്. അതെ, അവിടെ നിന്ന് ആ മേഖല ഒന്നും ആരും എടുത്തില്ല. അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യം ആവശ്യമായതാണ്. സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങ് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടല്ലോ. അല്ല, അതന്നേരം നോക്കാം. ആ സ്റ്റേറ്റ് സമ്മേളനത്തിലല്ലേ നോക്കേണ്ടി വരും. അത് ഞാനതാ പറഞ്ഞത്. അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയോടൊപ്പമാണ് അവിടെയുള്ള ജനങ്ങളുള്ളത്. പാർട്ടിയോടൊപ്പമാണ്. ഏതെങ്കിലും നേതാവിൻ്റെയോ അനുയായിൻ്റെയോ ഒക്കെ പാർട്ടിയുടെ ഒപ്പമാണ്. ജനങ്ങളാണ് അവസാനത്തെ വാക്ക്. കരുനാഗപ്പള്ളിയിലും അത് തന്നെയാണ്. നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കരുനാഗപ്പള്ളിയിലും ശക്തിയായിട്ട് മുമ്പോട്ടേക്കും ഇപ്പോൾ പ്രവർത്തനം നടന്നു വരികയാണ്. സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പ്രവർത്തനം വരുമ്പോഴേക്കും അത് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തും. അതല്ല എനിക്ക് നേരത്തെ മനസ്സിലായി. ഉന്നല്ല എന്തിന് അല്ല, പൊതുവായിട്ട് ഞങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ സമ്മേളനങ്ങളോ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല CPM. അതവിടെ മതിയാക്കിയാൽ മതി, അത്രയും മതി.
അവിടെ അല്ലാതെ ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലാതെ വന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ കൈകാര്യം ചെയ്യുക. അതാണ് കോടതിൻ്റെ മുമ്പിൽ വന്നത്. അത് കോടതി കൈകാര്യം ചെയ്തു. ആ, എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവിനും നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവോ പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവോ ഉണ്ടാവില്ല. അത് ശരിയല്ലേ, ശാസ്ത്രമല്ലേ? ശരി, എന്നാലും മതിയാക്കാലോ അല്ലേ? ആ, ഒന്ന് വേം പറ. അല്ല, അത് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജീവ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം പാർട്ടിക്ക് ഓരോന്നും പറയാനില്ല. അതായത് വലിയ രീതിയിൽ പ്രതിഷേധം പറയുന്നല്ലേ ഉള്ളൂ. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ചില മേഖലയിൽ ചില ചെറിയ രീതിയിലുള്ള വർധനവൊക്കെ വേണ്ടി വരുന്നുണ്ട്. ആ വേണ്ടി വരുന്നതിനെ ഉൾക്കൊണ്ട് പോകല്ലാതെ വേറെ വഴിയൊന്നും നമുക്കില്ല. അതാണ് കാര്യം. അതിപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുകയും ചെയ്യുക. പ്രതിഷേധം അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ അത്രത്തോളം പോകണോ ഇത്രത്തോളം പോകണോ എന്നുള്ള ചോദ്യവും സംശയമൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ച് പോവാം. ഇത്രയേ ഉള്ളൂ.